ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. സാന്റോസിന് വേണ്ടി കളിച്ച അവസാനത്തെ മത്സരത്തിൽ ഗംഭീര പ്രകടനമാണ് നെയ്മർ നടത്തിയിട്ടുള്ളത്. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് സാന്റോസ് ഇന്റർ ഡി ലിമേറോയെ പരാജയപ്പെടുത്തിയപ്പോൾ ആ 3 ഗോളുകളിലും നമുക്ക് നെയ്മറെ കാണാൻ കഴിഞ്ഞിരുന്നു. 2 അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കി. അതുപോലെ തന്നെ ഒരു ഒളിമ്പിക്കോ ഗോളായിരുന്നു അദ്ദേഹം നേടിയിരുന്നത്. ഡയറക്റ്റ് കോർണർ കിക്കിൽ നിന്നായിരുന്നു നെയ്മറുടെ ഗോൾ പിറന്നത്. അത് ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട്. അതായത് സാന്റോസിന്റെ ചരിത്രത്തിൽ 15 വർഷത്തിന് ശേഷം ആദ്യമായി കൊണ്ടാണ് ഇപ്പോൾ ഒരു ഒളിമ്പിക്കോ ഗോൾ പിറക്കുന്നത്. അതിന് നെയ്മർ ജൂനിയർ തന്നെ വരേണ്ടി വന്നു എന്നുള്ളതാണ്. അതായത് 2010 മാർച്ച് 28 സാന്റോസ് അവസാനമായി കൊണ്ട് ഒരു ഒളിമ്പിക്കോ ഗോൾ നേടിയിട്ടുള്ളത്. മാർക്കിഞ്ഞോസ് എന്ന താരമാണ് ഗോൾ കണ്ടെത്തിയിട്ടുള്ളത്. സാന്റോസിന്റെ മൈതാനമായ വില ബെൽമിറോയിൽ വെച്ചുകൊണ്ട് എതിരില്ലാത്ത 5 ഗോളുകൾക്ക് അന്ന് മോന്റെ അസൂൾ എന്ന ക്ലബിനെ പരാജയപ്പെടുത്താൻ സാന്റോസിന് കഴിഞ്ഞിരുന്നു. ആ മത്സരത്തിലാണ് ഏറ്റവും ഒടുവിൽ ഒളിമ്പിക്കോ ഗോൾ പിറന്നിട്ടുള്ളത്. അതിനുശേഷം നെയ്മർ ഇപ്പോൾ ആ ഒരു ഗോൾ കണ്ടെത്തിയിരിക്കുന്നു. അതിനു മുൻപ്, അതായത് ഈ 2010 ഈ ഗോൾ നേടുന്നതിന് മുൻപ് ഇലാനോ ഒരു ഒളിമ്പിക് ഗോൾ സാന്റോസിന് വേണ്ടി നേടിയിരുന്നു. അത് 2004 മാർച്ച് 7 ആയിരുന്നു ആ ഒരു ഗോൾ പിറന്നിരുന്നത്. വളരെ അപൂർവമായി കൊണ്ട് പിറക്കുന്ന ഒരു ഗോളാണ് ഒളിമ്പിക്കോ ഗോൾ. ആ ഒരു നിരയിലേക്കാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ കടന്നു ചെന്നിട്ടുള്ളത്. ഇത് തീർച്ചയായും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നെയ്മറുടെ ഒരു റിവഞ്ച് കൂടിയായിരുന്നു അത്. എതിർ ആരാധകർ തന്നെ കൂവിയിരുന്നു. തൻ്റെ പഴയ കാമുകിയുടെ പേര് ചാൻറ്റ് ചെയ്തുകൊണ്ട് നെയ്മറെ പ്രകോപിപ്പിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. അതിനൊക്കെ നെയ്മർ കളിക്കളത്തിൽ നൽകിയ ഒരു മറുപടിയായിരുന്നു ഈ ഒരു ഒളിമ്പിക്കോ ഗോൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.